Hi students, good morning to all. Welcome to Bosco Campus Vision. This is Asha SP from PG Department of Commerce. So we are on the next lecture of Income Tax Law and Practice. We are dealing with the portion Tax Planning and Management. Today we are going to discuss about an important topic, residential tax planning relating to residential status of an assessee. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അസസിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ടാക്സ് പ്ലാൻ ചെയ്യുന്നത്? ഇത് പഠിക്കണമെങ്കിൽ നമ്മൾ ഏത് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം? ഹൗ വിൽ യു ഡിറ്റർമിൻ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ അസസി? സോ നമ്മൾ അത് രണ്ട് കണ്ടീഷൻസ് പഠിച്ചായിരുന്നു, ബേസിക് കണ്ടീഷൻസ് ആൻഡ് അഡീഷണൽ കണ്ടീഷൻസ്. As we all know that an assessee become a resident എപ്പോഴാണ് റെസിഡന്റ് ആകുന്നത്? when he satisfies any one of the basic condition. അല്ലേ, നമ്മുടെ ബേസിക് കണ്ടീഷൻസ് എന്തായിരുന്നു? He is in India for a period of 182 days or more during the previous year, or he is in India for a period of 60 days during the previous year and 365 days out of 4 years preceding the previous year. ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്നെങ്കിലും സാറ്റിസ്ഫൈ ചെയ്താൽ he will be a resident. അല്ലേ, അപ്പോ റെസിഡന്റ് ആയി കഴിഞ്ഞാൽ അയാൾക്കുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ അയാള് ഇന്ത്യയിൽ ഏൺ ചെയ്ത ഇൻകത്തിനും ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം, ഫോറിനിൽ ഏൺ ചെയ്ത ഇൻകത്തിനും ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. ഈ രണ്ട് പോയിന്റ് മനസ്സിൽ വെച്ചോണം. നോൺ റെസിഡന്റ് ആയാൽ അയാള് ഇന്ത്യൻ ഇൻകത്തിന് മാത്രം ടാക്സ് അടച്ചാൽ മതി, ഫോറിൻ ഇൻകത്തിന് ടാക്സ് അടയ്ക്കണ്ട. എപ്പോഴും ഞാൻ വീണ്ടും ഒരു കാര്യം പറയട്ടെ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസും സിറ്റിസൺഷിപ്പും രണ്ട് എക്സ്ട്രീം കൺസെപ്റ്റ് ആണ്. ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല സിറ്റിസൺഷിപ്പ് കൊണ്ട് നമുക്ക് ഒരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ പോയിന്റ്സ് നോക്കാം. ഒരാള് അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്ത് എങ്ങനെയാണ് ടാക്സ് അടയ്ക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ടാക്സ് പ്ലാൻ ചെയ്യുന്നത്? ഓക്കെ, നമ്പർ 1 is an individual who is a citizen in India planning to go out of India either for employment or as a crew of Indian ship leave India before 182 days. ഇത് പറയുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ he is in India for a period of 60 days during the previous year and 365 days out of 4 years preceding the previous year. അതായത് പ്രീവിയസ് ഇയറിൽ 60 ദിവസവും പ്രീവിയസ് ഇയറിന് തൊട്ട് പിറകിലുള്ള 4 വർഷം എടുത്താൽ 365 ദിവസവും അയാൾ ഇന്ത്യയിൽ കാണണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രണ്ട് കേസിൽ ഈ 60 എന്നുള്ളത് എത്രയാവും? 182 ഡേയ്സ് ആകും. അത് ഒന്നെന്ന് പറയുന്നത് ഒരാൾ എംപ്ലോയ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നാലോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോട്ട് പോയാലോ അല്ലെങ്കിൽ അയാളൊരു ഇന്ത്യൻഷിപ്പിന്റെ ഭാഗമായിട്ട് പോയാലോ ലീവ് ഇന്ത്യ, അങ്ങനെ വരുന്ന കേസിൽ ഈ 60 ദിവസം എന്നുള്ളത് എത്ര ദിവസമായിട്ട് മാറും? 182 ഡേയ്സ് ആയിട്ട് മാറും. അതുമല്ലെങ്കിൽ an Indian citizen who is an Indian origin, a citizen of India or a person of Indian origin. Indian origin എന്ന് പറഞ്ഞാൽ ഞാനൊരു ഫോറിൻ റെസിഡന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫോറിൻ സിറ്റിസൺ ആയിക്കോട്ടെ, എൻ്റെ മുത്തച്ഛന്മാർ ഇന്ത്യയിൽ ജനിച്ചു വളർന്നതാണെങ്കിൽ എന്നെ എന്തെന്ന് വിളിക്കാം? ഇന്ത്യൻ ഒറിജിൻ എന്ന് വിളിക്കാം. ആ കൺസെപ്റ്റിനൊക്കെ നമ്മുടെ ടാക്സിൽ ഒരു വലിയ സ്ഥാനമാണുള്ളത് നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യാൻ. അപ്പൊ അവര് ഇന്ത്യക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വന്നാലും ഈ 60 ദിവസം എന്നുള്ളത് 182 ഡേയ്സ് ആകും. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു 182 ഡേയ്സ് ആകുന്നതിന് മുൻപ് അയാൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ, അതായത് 181 ഡേയ്സ് ഇന്ത്യയിൽ നിന്നതിന് ശേഷം അയാൾ ഇന്ത്യയിൽ നിന്നും തിരിച്ചു പോയാൽ അയാൾ റെസിഡന്റ് ആകത്തില്ല, പകരം അയാൾ ആരാകും? നോൺ റെസിഡന്റേ ആകൂ. അതായത് അയാൾ അവിടെ ഫോറിനിൽ ഏൺ ചെയ്യുന്ന ഇൻകത്തിന് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട. ആർ യു ക്ലിയർ? അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇപ്പൊ ഞാൻ എംപ്ലോയ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ ഷിപ്പിന്റെ ക്രൂ ആയിട്ടോ അല്ലെങ്കിൽ ഞാനൊരു ഇന്ത്യൻ ഒറിജിൻ ആണ്, അത് അടുത്ത പോയിന്റിൽ പറയുന്നുണ്ട്, ഇന്ത്യൻ ഷിപ്പിൽ ക്രൂ ആയിട്ടോ ഞാൻ പോവുകയാണ്, ഞാൻ ഇന്ത്യയിലേക്ക് വന്നു. അപ്പൊ ഞാൻ 182 ഡേയ്സ് വരെ നോക്കി നിൽക്കാതെ 181 ഡേയ്സ് ആകുമ്പോൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ ഫോറിൻ ഇൻകത്തിന് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണോ? വേണ്ട. അങ്ങനെ എനിക്ക് ടാക്സ് അവോയ്ഡ് ചെയ്യാം. ആർ യു ക്ലിയർ? ഇത് ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് തന്നെ ചെയ്യുന്നതാണ്. Second one is an Indian who is a citizen
or a person of Indian origin comes to India for a visit on India and does not exceed 181 days. അതായത് നമ്മൾ പറഞ്ഞായിരുന്നു 60 ഡേയ്സ് എന്നുള്ളത് 181 ഡേയ്സ് ആവുന്നത് 182 ഡേയ്സ് ആകുന്നത് അയാളൊരു ഇന്ത്യൻ ഒറിജിൻ ആണ്. ഞാൻ പറഞ്ഞു എന്താണ് ഇന്ത്യൻ ഒറിജിൻ. അയാൾ ഇന്ത്യയിലേക്ക് വന്ന് താമസിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു വിസിറ്റിന് വന്നതിന് ശേഷം 181 ഡേയ്സിന് മുൻപ് അയാൾ ഇന്ത്യയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അയാൾ ആരാകത്തില്ല, അല്ലെങ്കിൽ 182 ഡേയ്സിന് മുമ്പ് ഇന്ത്യയിൽ നിന്ന് പോയാൽ അയാൾ ആരാകത്തില്ല, റെസിഡന്റ് ആകത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ ഫോറിൻ ഇൻകത്തിന് എവിടെ ടാക്സ് അടയ്ക്കേണ്ട, ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട. ഒരു കൺസെപ്റ്റ് എപ്പോഴും ഓർത്തിരിക്കുക, ഞാൻ റെസിഡന്റ് ആണെങ്കിൽ ഞാൻ ഇന്ത്യൻ ഇൻകത്തിനും ഫോറിൻ ഇൻകത്തിനും ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. Third one is an individual can plan his ഇത് പറഞ്ഞില്ല, if he want to stay in India for more than 180 days. ഇനി അയാൾക്ക് 180 ഡേയ്സ് താമസിക്കണമെങ്കിൽ ദ പീരീഡ് ഓഫ് സ്റ്റേ ഫോൾസ് ഇൻ 2 പ്രീവിയസ് ഇയർ. ഈ 182 ഡേയ്സ് അയാൾക്ക് താമസിച്ചേ മതിയാവും വിത്തൗട്ട് ടാക്സ് ലയബിലിറ്റി. അയാളുടെ ടാക്സ് ലയബിലിറ്റി കൂട്ടാതെ 182 ഡേയ്സ് അയാൾക്ക് താമസിക്കണമെങ്കിൽ അയാൾക്ക് ഈ 2 വർഷം എടുത്ത് അയാൾക്ക് എന്ത് ചെയ്യാം, 182 ഡേയ്സ് താമസിക്കാം. അപ്പോൾ എന്താ പറയുക, അത്രയും ഡേയ്സ് കൂടത്തില്ലല്ലോ. ഐ യു ക്ലിയർ? നമ്മൾ ആ കണ്ടീഷനിൽ തന്നെ പിന്നെയും പറയുന്നുണ്ട്, ഔട്ട് ഓഫ് 4 years he is in India for a period of 365 days out of 4 years preceding the previous year. 4 വർഷം അടുപ്പിച്ചെടുക്കുമ്പോൾ പ്രീവിയസ് ഇയറിന്റെ തൊട്ട് പിറകിലുള്ള 4 വർഷം അടുപ്പിച്ചെടുക്കുന്ന സമയത്ത് അയാൾ 365 ഡേയ്സ് കണ്ടാൽ അയാൾ ആരാകും, റെസിഡന്റ് ആകും. അതിനു മുമ്പ് അത്രയും നാൾ ഇന്ത്യയിൽ നിൽക്കേണ്ട, അപ്പൊ അയാൾ എന്തായി, നോൺ റെസിഡന്റ് ആയി. Third one is an individual can plan to stay in India up to 180 days as a non-resident if he stay during the 4 years preceding the previous year does not exceed 364 days. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒരാൾ ഇന്ത്യയിലേക്ക് വന്നു, ഒന്നുകിൽ അയാൾ 181 ഡേയ്സിന് മുൻപ് ഇന്ത്യയിൽ നിന്ന് പോകണം, അല്ലെങ്കിൽ 182 ഡേയ്സിന് മുൻപ് 181 ഡേയ്സ് ആകുന്നതിന് മുമ്പ് ഇന്ത്യയിൽ നിന്ന് പോകണം, അല്ലെങ്കിൽ 4 വർഷം എടുക്കുമ്പോൾ 364 ഡേയ്സ് തികയ്ക്കരുത്, അത്രയും നാൾ ഇന്ത്യയിൽ നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ അയാൾ ആരാകത്തില്ല, റെസിഡന്റ് ആകത്തില്ല. Then foreign income is not taxable in India if it is not received in India or is a non-resident. നമ്മൾ പറഞ്ഞു ഫോറിൻ ഇൻകം ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ റെസിഡന്റ് ആകണം, അല്ലെങ്കിൽ ആ ഇൻകം ഇന്ത്യയിൽ റിസീവ് ചെയ്യണം. നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ റിസീവ് ചെയ്ത ഇൻകത്തിന് എല്ലാവരും ടാക്സ് അടയ്ക്കണം. ഇന്ത്യയിൽ റിസീവ് ചെയ്ത ഇൻകത്തിന് ഞാൻ റെസിഡന്റ് ആണെങ്കിലും നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിലും നോൺ റെസിഡന്റ് ആകണം, ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഫോറിൻ ഇൻകം ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കാതിരിക്കാൻ ഞാൻ ഒന്നെങ്കിൽ ഒരു നോൺ റെസിഡന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ആ ഇൻകം ഇന്ത്യയിൽ റിസീവ് ചെയ്യരുത്, ഫോറിനിൽ റിസീവ് ചെയ്യണം. ചില കേസിൽ കണ്ടിട്ടില്ലേ, നമ്മൾ ഫോണിൽ ഇത്രയും നാളും വർക്ക് ചെയ്തു, ചിലപ്പോൾ 3-4 വർഷം കഴിഞ്ഞിട്ട് ആ ഇൻകം ഇന്ത്യയിലാണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ ആ പർട്ടിക്കുലർ ഇൻകത്തിന് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. അത് വേണ്ട, ആ ഫോറിൻ ഇൻകം അവിടെ തന്നെ വാങ്ങി ഇങ്ങോട്ട് വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഇൻകത്തിന് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട. Are you clear? Next one is goods sold by a non-resident to a resident in India. On a principal to principal basis. Principal to principal base എന്ന് പറയുന്നത് ownership of the goods is transferred to seller to the merchant to the customer, അല്ലെങ്കിൽ seller to the consumer. അതിനാണ് നമ്മൾ പ്രിൻസിപ്പൽ, നമ്മൾ കോൺട്രാക്റ്റിൽ പഠിക്കുന്നതാണ്. പ്രിൻസിപ്പൽ ടു പ്രിൻസിപ്പൽ ബേസിൽ ഒരു നോൺ റെസിഡന്റ് ഇന്ത്യൻ അല്ലെങ്കിൽ നോൺ റെസിഡന്റ് റെസിഡന്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഇന്ത്യയിലെ ഗുഡ്സ് സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റെസിഡന്റ് ആകുന്ന ആള് ആ പർട്ടിക്കുലറിന്റെ ഇൻകം, ആ പർട്ടിക്കുലർ സെയിലിന്റെ ഇൻകം, അല്ലെങ്കിൽ ആ നോൺ റെസിഡന്റ് ആകുന്ന ആളോ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഇൻകം അയാൾ നോൺ റെസിഡന്റിന് ആ ഫോറിൻ കൺട്രിയിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഇൻകത്തിന് ഈ നോൺ റെസിഡന്റ് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണ്ട. ഒന്നുകൂടെ പറയാം, ഞാൻ പറഞ്ഞു ഇയാളുടെ നോൺ റെസിഡന്റ് ആണെങ്കിലും ഇന്ത്യയിൽ റിസീവ് ചെയ്താൽ അയാൾ ആ ഇൻകത്തിന് ടാക്സ് അടയ്ക്കണം. അപ്പൊ എന്ത് ചെയ്യും, ഇയാൾ ഈ പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ നടന്നതിന് ശേഷം റെസിഡന്റിന്റെ കയ്യിൽ നിന്ന് ഫോറിനിൽ വെച്ച് തന്നെ ഈ ഇൻകം അയാളുടെ കയ്യിൽ നിന്ന് അയാളെ കയ്യിലോട്ട് വാങ്ങിക്കും. ഈ കേസിൽ നോൺ റെസിഡന്റ് ഇന്ത്യയിൽ ആ ഇൻകത്തിന് ടാക്സ് അടയ്ക്കണ്ട, ബിക്കോസ് ഇറ്റ് ഇസ് റിസീവ്ഡ് ഇൻ എ ഫോറിൻ കൺട്രി. അത് ഇന്ത്യയിൽ റിസീവ് ചെയ്താൽ മാത്രം ഇന്ത്യയിൽ ടാക്സ് അടച്ചാൽ മതി. ഓക്കെ. Then when a non-Indian company is earning substantial income in India, ഒരു ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ നോൺ ഇന്ത്യൻ കമ്പനി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഫോറിൻ കമ്പനി ഇൻകം റിസീവ് ചെയ്തു അവിടെ ഇന്ത്യയിൽ, ബട്ട് സഫറിംഗ് ലോസസ് ഔട്ട്സൈഡ് ഇന്ത്യ, അതുപോലെ തന്നെ ഒരു ഫോറിൻ കമ്പനി ഔട്ട്സൈഡ് ഇന്ത്യയിൽ ലോസ് സഫർ ചെയ്താൽ ആ ഇന്ത്യൻ കമ്പനിയെ അയാൾ നോൺ ഇന്ത്യൻ കമ്പനിയെ ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ റെസിഡന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ എന്ന് പറഞ്ഞാൽ ആ നോൺ ഇന്ത്യൻ കമ്പനിയെ ഇന്ത്യൻ കമ്പനി ആക്കിയാൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കമ്പനി ആക്കി കഴിഞ്ഞാൽ
ആ ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ആ എബ്രോഡിൽ നിന്നുള്ള ലോസ്, എബ്രോഡ് നമ്മൾ പറഞ്ഞു ഫോറിൻ കമ്പനിക്ക് ലോസ് ഉണ്ടെങ്കിൽ അതൊരു റൂളാണ്. ഫോറിൻ കമ്പനിക്ക് ലോസ് ഉണ്ടെങ്കിൽ ആ ലോസ് ഇന്ത്യയിൽ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് നമുക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ലോസ് നമുക്ക് ആ ഇൻകത്തിലൂടെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ഞാൻ ഒന്നും കൂടെ പറയാം. ഫോറിൻ കമ്പനിക്ക് ലോസ്, ഇന്ത്യൻ കമ്പനിക്ക് ഇൻകം. ഇന്ത്യൻ കമ്പനി അല്ല, ഇതും ഫോറിൻ കമ്പനിയുടെ, രണ്ട് ഫോറിൻ കമ്പനിയാണ്. അപ്പം ഈ ഫോറിൻ കമ്പനിയുടെ ലോസ് ഇന്ത്യൻ കമ്പനിയിൽ സെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഫോറിൻ കമ്പനിയിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ ആ ഫോറിൻ കമ്പനി അല്ലെങ്കിൽ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഫോറിൻ കമ്പനിയെ റെസിഡന്റ് കമ്പനി ആക്കി കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ നമുക്ക് ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. സെറ്റ് ഓഫ് ലോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ലോസ് സെറ്റ് ഓഫ് ചെയ്താൽ അത്രയും ഇൻകം നമുക്ക് കുറയ്ക്കാം, അത്രയും ടാക്സ് ലയബിലിറ്റി നമ്മളുടെ കുറയും. സോ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടത്. ഇത് പഠിക്കുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഒന്ന്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ബേസിക് കണ്ടീഷനും നോക്കുക, അഡീഷണൽ കണ്ടീഷനും നോക്കുക. അതിനുശേഷം ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് മനസ്സിൽ വെക്കുക. റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏൺ ചെയ്ത ഇൻകത്തിനും ഫോറിൻ ഇൻകത്തിനും ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. ഇനി ഇന്ത്യൻ ഇൻകത്തിന് റെസിഡന്റ് ആയിക്കോട്ടെ, നോട്ട് ഓൺലി റെസിഡന്റ് ആയിക്കോട്ടെ, നോൺ റെസിഡന്റ് ആയിക്കോട്ടെ, ഈ 3 കേസിലും ഇന്ത്യയിൽ ഏൺ ചെയ്ത ഇൻകത്തിന് ടാക്സ് അടയ്ക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ റിസീവ് ചെയ്ത ഇൻകത്തിന് ടാക്സ് അടയ്ക്കണം. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്ത് ടാക്സ് പ്ലാൻ ചെയ്തത്. അയാളുടെ പീരിയഡ് ഓഫ് സ്റ്റേ ഒന്ന് മാറ്റിയാൽ മതി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് സെഷൻ. ദിസ് ഇസ് ആശ SP signing off from Bosco Campus Vision.